to play, to score goals, to win games, and I will continue until my legs say Cristiano is finished. But 38-ാം വയസ്സിലും ഇനിയും അയാൾ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ വിഡ്ഢികളാണോ എന്ന് ചോദിച്ചവരോട്, അതെ, 38-ാം വയസ്സിലും അയാൾ തിരിച്ചു വരും. എന്നിട്ട് പറയും ഐ വിൽ സേ വെൻ ഇറ്റ്സ് ഫിനിഷ്ഡ് എന്ന്. ഞാൻ എപ്പോൾ അവസാനിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണമെന്ന്. കാരണം അയാളുടെ പേര് റൊണാൾഡോ എന്നാണ്. ഫുട്ബോൾ ലോകത്ത് സർവ്വതും നേടി നിൽക്കുന്നവനല്ല, പക്ഷേ ആ സർവ്വലോകത്തെയും നേടി നിൽക്കുന്നവൻ തന്നെയാണ്. അവസാനിച്ചുവെന്ന് വിമർശക ലോകം കൊട്ടി ആഘോഷിക്കപ്പെടുമ്പോൾ കനലവസാനിക്കാത്ത തീച്ചൂളയിൽ നിന്നും അഗ്നിയായി പടർന്ന് തൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന പരുക്കൻ ചിന്തകൾ എഴുതി വെച്ച താളുകളിലേക്ക് തീ പടർത്തുക തന്നെയാണ്. നരവീണ് തുടങ്ങിയ 39-ാം വയസ്സിലും ഫുട്ബോളിലെ പ്രൈം താരങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന റിയാലിറ്റി തന്നെയാണ് റൊണാൾഡോ. നിങ്ങൾ എത്ര വിമർശിച്ചാലും പരിഹസിച്ചാലും നിങ്ങൾക്ക് അയാളെ ഒരിക്കലും തളർത്തുവാൻ സാധിക്കില്ല. മറിച്ച് നിങ്ങൾക്കെതിരെ ഒരു വേൾഡിനെ തന്നെ അയാൾ സൃഷ്ടിച്ചു വെക്കും. പോരാട്ട വീര്യത്തിൻ്റെയോ തിരിച്ചുവരവിൻ്റെയോ കഥയായി മാത്രം അയാളെ എഴുതി അവസാനിപ്പിക്കുവാൻ സാധിക്കില്ല. ഒറ്റയ്ക്ക് പടവെട്ടിക്കയറിയ ഇതിഹാസം എന്നുകൂടി എഴുതി ചേർക്കും. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ റൊണാൾഡോയുടെ മെൻറ്റാലിറ്റി ഉണ്ടായാൽ മതിയായിരുന്നുവെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. മുന്നിൽ വരുന്ന ഏത് സാഹചര്യത്തോടും പരാജയപ്പെടുവാൻ നിന്ന് കൊടുക്കാതെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടക്കുവാനായി സ്വയം നരുക്കിയെടുക്കുന്ന മനോധൈര്യവും കഠിനോദ്യമവും തന്നെയായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തനായ മനുഷ്യനിലേക്ക് അയാളെ മാറ്റിയെടുത്തത്. അതിലേക്ക് എത്തിപ്പെടുവാനെടുത്ത ജീവിതകഥ ഈ ലോകത്തിന് മുന്നിൽ ഏറ്റവും വലിയ മോട്ടിവേഷനായി അയാൾ എക്സിബിഷൻ ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ അയാളോട് വല്ലാത്ത അസൂയ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ജീവിക്കുന്നതിൽ, ഈ ഫുട്ബോൾ ലോകത്തിലെ തന്നെ നമ്പർ 1 നിൽക്കുന്നതിൽ പലപ്പോഴും പറഞ്ഞു പോയിട്ടുമുണ്ട് എന്തൊരു ജന്മമാണെന്ന്, അയാളുടെ യോഗമാണ് എന്നെല്ലാം. പക്ഷേ അല്പസമയം ചിന്തിക്കുമ്പോൾ ഒന്ന് മനസ്സിലേക്ക് വരും, ഇതൊന്നും അയാളിലേക്ക് സ്വയം വന്നു ചേർന്നതല്ല. തന്നെ പരിഹസിച്ച ലോകത്തിന് മുന്നിൽ, വിമർശിച്ച മനുഷ്യർക്ക് മുന്നിൽ അയാൾ നൽകിയ മറുപടിയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഈ ബ്രാൻഡ്. 38 വയസ്സ് കഴിയുമ്പോഴും അയാൾ ഈ ലോകത്ത് ഇന്നും ഒരു നിരാശകളും ബാധിക്കാതെ വിരാജിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ലല്ലോ, കാരണം അതൊരു പക്ഷേ അയാൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും വിശ്വസിക്കുന്നു ഞാൻ അവസാനിച്ചുവെന്ന്. എന്നാൽ ഞാനിപ്പോഴും ഈ ഫുട്ബോളിൽ തെളിയിക്കുന്നുണ്ട് അതൊരിക്കലും സത്യമല്ല എന്ന്. ഇന്നും തൻ്റെ കാലുകളിലെ പ്രഹരശേഷി നിലച്ചിട്ടില്ല. ഇന്നും തൻ്റെ വേഗതയിൽ കുറവ് വന്നിട്ടില്ല. ഇന്നും തൻ്റെ വിന്നിംഗ് മെൻറ്റാലിറ്റിക്ക് അവസാനമായിട്ടില്ല. ഇന്ന് തൻ്റെ ഗോൾ സ്കോറിങ്ങിൽ അളവ് കുറഞ്ഞിട്ടില്ല എന്നുകൂടി അയാൾ പറഞ്ഞവസാനിപ്പിക്കുന്നുണ്ട്. സ്പോർട്ടിംഗ് സീപ്പിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഇന്ന് അൽ നാസറിലേക്ക് എത്തി നിൽക്കുമ്പോഴും അയാൾ തുടരുന്ന ഒരു നിയമമുണ്ട്. അവിടെ അയാളുടേതാണ് അവസാന വാക്ക്. പലർക്കും ഈ പ്രായത്തിൽ കളിച്ചിരുന്ന താരങ്ങളെ വെച്ച് റൊണാൾഡോയെ കമ്പയർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടാകും. എന്നാൽ റൊണാൾഡോ എന്ന നെയിം ഈ തലമുറയ്ക്കൊപ്പം നിന്നാണ് പോരാടുന്നതെന്ന് കൂടി ഓർത്തുകൊണ്ട് മാത്രം അതിന് മുതിരുക. വയസ്സിനെ വെറും മക്കങ്ങളാക്കി മാറ്റി 90 മിനിറ്റുകൾക്കും അപ്പുറവും തളരാതെ തൻ്റെ വാർദ്ധക്യത്തെ വെല്ലുവിളിക്കുകയാണ് അയാൾ. വിമർശിക്കുന്നവരോട് ഇനി നിങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുക. അയാൾ നിരന്തരമായി നിങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടേയിരിക്കും. തലൈവർ നിരന്തരമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. And that's why he's the costliest footballer on the planet.